ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വീണ മേഡത്തെക്കുറിച്ച് എല്ലാവരുടെയും മുന്നിൽ സംസാരിക്കുന്നതിന് വേണ്ടി സ്റ്റേജിലേക്ക് പത്മ ടീച്ചർ എത്തുന്നു. പത്മ ടീച്ചർ വീണ മേഡത്തെക്കുറിച്ച് കുട്ടികൾക്ക് എല്ലാവർക്കുമായി ഒരു ചെറിയൊരു വിശദീകരണം നൽകി. പത്മ ടീച്ചർ പറഞ്ഞത് കേട്ട് വീണ വലിയ അഹങ്കാരത്തോടെ സ്റ്റേജിൽ അങ്ങനെ ഇരിക്കുമ്പോൾ വീണ മേഡത്തെ പോലുള്ള ഒരു സെലിബ്രിറ്റി നമ്മുടെ സ്കൂളിൽ ഇങ്ങനൊരു ഫംഗ്ഷന് പങ്കെടുക്കുക എന്ന് പറയുന്നതന്നെ നമ്മുടെ മഹാഭാഗ്യമാണെന്നും അതുകൊണ്ട് തന്നെ വീണ മേഡത്തെ രണ്ട് വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് പത്മ ടീച്ചർ മാറി നിൽക്കുന്നു. അപ്പോഴേക്കും വീണ അഹങ്കാരത്തോടു കൂടി സംസാരിക്കാനായി സ്റ്റേജിലേക്ക് എത്തി. അങ്ങനെ അവിടെ നിന്ന് വീണ കുട്ടികളെ എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളോടെല്ലാം വളരെയേറെ സ്നേഹമുണ്ട്. നിങ്ങളെല്ലാം നല്ല കുട്ടികളാണ്. പിന്നെ ഒന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളൂ. നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജീവിതം, അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പലതും വിട്ടുകൊടുക്കേണ്ടിയും നഷ്ടപ്പെടുത്തേണ്ടിയും വരും. എന്നാൽ ആ നഷ്ടപ്പെടലുകളൊക്കെ അവസാനം നിങ്ങൾ എന്നെപ്പോലെ ഇതുപോലെ ഒരു പദവിയിലെത്തുകയും അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റാറ്റസിൽ വന്ന് നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ആ നഷ്ടപ്പെടലിൻ്റെയും താൻ വിട്ടുകൊടുത്തതിനെയും കുറിച്ചുമൊക്കെ അഭിമാനം തോന്നുന്നതെന്ന് വീണ അറിയിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി മറ്റൊരാളോടും നമ്മൾ ഒരു കാരണവശാലും ഒരു രീതിയിലും മറ്റുള്ളവരുമായിട്ട് ആ ഒരു കാര്യത്തിൽ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഒരിക്കലും അവരെ പ്രോമിസ് ചെയ്യാനോ അവരെ അംഗീകരിക്കാനോ പോകരുത്. മറിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക. എത്രയും വേഗം തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക എന്ന് അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും അങ്ങനെയൊരു സ്വപ്നവും അങ്ങനെയൊരു ജീവിതവും നമുക്കുണ്ടാകുമെന്ന് നമ്മൾ എന്നും മനസ്സിലുറപ്പിച്ചാൽ കുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പദവിയിലേക്ക്, ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് വീണ അറിയിച്ചു. നമ്മളെ പിന്തിരിപ്പിക്കാനും നമ്മളെ അതിൽ നിന്ന് പിന്നിലേക്ക് വലിക്കാനും പല ആളുകളും പലരും പല രീതിയിലും നമ്മുടെ പിന്നാലെ എത്തും. എന്നാൽ അതൊന്നും നമ്മളെ ഒരു രീതിയിലും ബാധിക്കാൻ പാടില്ല എന്നതാണ് സത്യം എന്ന് വീണ്ടും വീണ കുട്ടികൾക്ക് ഒരു ഉപദേശം എന്നതുപോലെ നൽകി തന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നെന്ന് അറിയിച്ചു. അതിനുശേഷം കുട്ടികൾക്കുള്ള സമ്മാനദാന ചടങ്ങാണെന്ന് പത്മ ടീച്ചർ അനൗൺസ് ചെയ്തു. കുട്ടികൾ ഓരോരുത്തർക്കും സമ്മാനങ്ങൾ നൽകി കഴിയുമ്പോൾ അടുത്ത ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന്റെ സെക്കൻഡ് വിന്നറായ ആദിമോനെ ക്ഷണിക്കുകയും ആദിമോൻ പ്രൈസ് വാങ്ങിക്കുന്ന ആ ഒരു സന്തോഷത്തിൽ പത്മ ടീച്ചർ നോക്കിയിരുന്നു. അതിനുശേഷം ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കല്യാണിക്കുട്ടിയെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. കല്യാണിക്കുട്ടി വന്നതും വീണ വളരെ സ്നേഹത്തോടെ കല്യാണിയെ ചേർത്ത് പിടിച്ച് കല്യാണിക്ക് സമ്മാനം നൽകി. അതിനുശേഷം എല്ലാവരോടും സംസാരിച്ചതിന് ശേഷം യാത്ര പറഞ്ഞ് വീണ റൂമിലേക്ക് ഇറപ്പോകുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും പത്മ ടീച്ചർ പോകാൻ തുടങ്ങുമ്പോൾ കുട്ടികൾ അരികിലേക്ക് എത്തി പത്മ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ, ഞങ്ങൾക്ക് ടീച്ചറുടെ ഒരു ഓട്ടോഗ്രാഫ്, വീണ മേഡത്തിന്റെ ഒരു ഓട്ടോഗ്രാഫ് വേണം എന്നറിയിച്ചു. അയ്യോ, മേഡം ആകെ തിരക്കിലാണല്ലോ എന്ന് പത്മ കുട്ടികളെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ ശ്രമിക്കുമ്പോൾ കുട്ടികൾ വീണ്ടും നിർബന്ധത്തോടെ, മേഡം, ടീച്ചർ ഒരെണ്ണം മതി, ഒരു ഓട്ടോഗ്രാഫ് മതി, ടീച്ചർ പറഞ്ഞ മേഡം ചെയ്യും എന്നെല്ലാം പറഞ്ഞ് ടീച്ചർ ഞങ്ങൾക്ക് ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിച്ചതാ എന്ന് പറഞ്ഞ് കുട്ടികൾ നിർബന്ധം പിടിക്കുന്നു. അവസാനം പത്മ കുട്ടികളുടെ ആ നിർബന്ധത്തിന് വഴങ്ങാൻ തയ്യാറാകുന്നു. അതിനുശേഷം കാണുന്നത് സുജാത ജീവനെ കാണാനായി എത്തിയെങ്കിലും ജീവന്റെ പെരുമാറ്റ രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ട് അതിശയത്തോടെ സുജാത നോക്കി. മയക്കത്തിലേക്ക് വീണിരുന്ന ജീവൻ കണ്ണു തുറന്നതും സുജാതയോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്നു. സുജാതയോട് തന്റെ അടുത്തിരിക്കാനും അമ്മ തന്റെ അരികിലുള്ളപ്പോ തനിക്ക് ഒത്തിരി ആശ്വാസമുണ്ട് എന്നൊക്കെ ജീവൻ അറിയിച്ചു. എന്നാൽ സുജാതയ്ക്ക് ഉടനെ തന്നെ പോകണമെന്നും താൻ പിന്നീട് വരാമെന്ന് പറഞ്ഞ് സുജാത അവിടെ നിന്ന് പോകാൻ ഇറങ്ങുന്നു. ആ നിമിഷം സുജാതയോട് ജീവൻ ചോദിച്ചു, അമ്മേ, എനിക്കൊരു കാര്യം അറിയണം എന്ന് പറഞ്ഞതും സുജാത ആകെ ടെൻഷനോടെ ജീവനെ നോക്കി. അല്ലെങ്കിൽ ഒന്നുമില്ല അമ്മ, പൊയ്ക്കോ, ഇപ്പോൾ കൂടുതൽ ഞാൻ സ്ട്രെയിൻ ചെയ്യിക്കുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും ജീവൻ പലതും തന്റെ മനസ്സിലൊതുക്കി ആ വീട്ടിലേക്ക് കിടന്നു. സുജാത താൻ രക്ഷപ്പെട്ടു എന്ന ആശ്വാസത്തിലും എന്നാൽ അതിനേക്കാൾ വലിയൊരു തിരിച്ചടി വരാൻ പോകുന്നുണ്ട് എന്ന ആശങ്കയിലും സുജാത അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം കാണുന്നത് ഹരി ടീച്ചറുടെ അരികിലേക്ക് എത്തുന്നു. എച്ചമ്മിന്റെ അരികിലെത്തി ഹരി എച്ചമ്മിനോട് തന്റെ ഒരു റിക്വസ്റ്റ് വയ്ക്കുന്നു. കല്യാണി പറഞ്ഞിട്ടുണ്ട് ഹരി കവിത എഴുതാറുണ്ടെന്നും ആലപിക്കാറുണ്ടെന്നും പലതവണ പല സാഹചര്യങ്ങൾ വന്നിട്ടും ഹരിയോട് ആവശ്യപ്പെട്ടിട്ടും ഹരി ഒന്നിനും തയ്യാറായിരുന്നില്ലല്ലോ. ഇന്ന് ഹരി ഞങ്ങളോട് ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഹരി പറഞ്ഞു, ടീച്ചർ ബുദ്ധിമുട്ടാകുമോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചതും, എന്ത് പ്രശ്നം, പേരൻസിന്റെ ഒക്കെ 1-2 പ്രോഗ്രാമുകൾ ഇതിനിടയ്ക്ക് വെക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു, അതിന് എല്ലാവരും റെഡി ആയിട്ടുമുണ്ട്. എന്തായാലും ആ കൂട്ടത്തിൽ ഹരിയുടെ പ്രോഗ്രാമും ഞാൻ ഇപ്പൊ തന്നെ അനൗൺസ് ചെയ്യും.
ഹരിയും ആ കൂട്ടത്തിൽ ഇവിടെ എല്ലാവർക്കും മുന്നിൽ പെർഫോം ചെയ്തോളൂ. അത് ഞങ്ങൾക്ക് കൂടി സന്തോഷമുള്ള കാര്യമാണ് എന്ന് ടീച്ചർ അറിയിച്ചു. ഹരി അപ്പോഴേക്കും മനസ്സിൽ ചിന്തിച്ചത്, അതെ, ഇന്ന് ആ ഒരു സർപ്രൈസ് ഞാൻ എല്ലാവർക്കും മുന്നിൽ തുറന്നു കാട്ടും. എന്റെ സ്വന്തം കവിത അത്ര മനോഹരമായി ആലപിക്കുന്ന നിത്യ, ഞാൻ കണ്ട നിത്യ, ഞാൻ കാണാൻ ആഗ്രഹിച്ച നിത്യ, അത്രത്തോളം ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന ആ പെൺകുട്ടി, അവൾ എന്റെ തൊട്ടടുത്ത് വന്നിട്ടും അവളെ തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ എനിക്ക് കഴിയാതെ പോയല്ലോ എന്ന് വിഷമത്തോടെ ആലോചിച്ചുകൊണ്ടാണ് നിന്നു. ഉടനെ അരികിലേക്ക് എത്തിയ അരികിലേക്ക് വന്ന പത്മ ടീച്ചർ എന്താ കാര്യമെന്ന് ഹരിയോട് അന്വേഷിച്ചു. ഒന്നുമില്ല എന്ന് ഹരി പറയുമ്പോഴും പത്മ വീണയുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായി പോന്നു. വീണയ്ക്കുടെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് വേണമെന്നുള്ള കുട്ടികളുടെ ആവശ്യം അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി കുട്ടികളെയും കൂട്ടി വീണയുടെ അരികിലേക്ക് പത്മ ടീച്ചർ എത്തുന്നു. ടീച്ചർ വീണയുടെ അരികിലേക്ക് എത്തി പറഞ്ഞു, വീണ മാഡം, മാഡത്തിന് ഓട്ടോഗ്രാഫ് കുട്ടികൾക്ക് വേണമായിരുന്നു എന്നാവശ്യപ്പെട്ടതും ഓട്ടോഗ്രാഫ് താൻ നൽകാമെന്ന് വീണ സമ്മതിച്ചു. ആദ്യം വീണ ഭയങ്കര ദേഷ്യത്തോടെ തനിക്ക് ഓട്ടോഗ്രാഫ് ഒന്നും തരാൻ നേരമില്ലെന്നും തനിക്ക് സമയമില്ല എന്നും പറഞ്ഞയക്കാൻ ശ്രമിക്കുമ്പോൾ കല്യാണിക്കുട്ടി അരികിലേക്ക് എത്തി പറഞ്ഞു, പ്ലീസ് മാഡം, ഞങ്ങൾക്കെല്ലാം ഒരെണ്ണം മതി, ഒരു ഓട്ടോഗ്രാഫ് മതി എന്ന് പറഞ്ഞ് കല്യാണി ആവശ്യപ്പെട്ടത് കേട്ട് വീണ കല്യാണിയുടെ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറാവുന്നു. സമ്മാനം വാങ്ങിക്കുന്ന സമയത്ത് വീണയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കത്തക്ക രീതിയിൽ അത്രത്തോളം സന്തോഷത്തോടെ ഉള്ള പ്രവൃത്തി വീണയുടെ ഭാഗത്തു നിന്ന് കല്യാണിയുടെ ഭാഗത്തു നിന്ന് വീണയോട് കാട്ടിയത് കൊണ്ട് ഗുരുത്വമുള്ള ആളാണ് അല്ലെങ്കിൽ ഗുരുത്വമുള്ള കുട്ടിയാണല്ലോ എന്ന ഒരു പ്രശംസയും കല്യാണിക്ക് വീണ നൽകുകയും ചെയ്തു. അതെല്ലാം ഓർത്ത് വീണ തൽക്കാലം കല്യാണിയുടെ ആ ഒരു ആഗ്രഹമല്ലേ അത് സാധിച്ചു കൊടുക്കാമെന്ന് വീണ സമ്മതിക്കുന്നു. അങ്ങനെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓട്ടോഗ്രാഫ് കൊടുക്കുകയും അവരോടൊപ്പം നിന്ന് സെൽഫി എടുക്കുകയും ചെയ്തു. വീണ തന്നെ മൊബൈലിൽ കുട്ടികളെ ചേർത്ത് നിർത്തി സെൽഫി എടുക്കുകയും ഇത് നിങ്ങളുടെ ടീച്ചർക്ക് ഞാൻ അയച്ചു കൊടുത്തേക്കാമെന്ന് കുട്ടികളോട് അറിയിച്ചു. എന്നാൽ നിങ്ങളെല്ലാവരും പൊയ്ക്കോളാനായി കല്യാണിയോടും മറ്റുമൊക്കെ പത്മ പറഞ്ഞു. എല്ലാവരും പോകുമ്പോൾ കല്യാണി മാത്രം പിന്നിലേക്ക് വലിഞ്ഞു. കല്യാണി വീണ്ടും വീണയുടെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, അല്ല, ആ ഫോട്ടോ ഒന്ന് കാണിക്കുവോ എന്ന് ചോദിച്ചു. ഉടനെ വീണ അതിനെന്താ, കണ്ടോളൂ എന്ന് പറഞ്ഞ് സെൽഫി എടുത്ത ആ ഫോട്ടോ വീണ കല്യാണിക്കുട്ടിയെ കാണിച്ചു. കല്യാണിക്കുട്ടിയെ കണ്ടതും സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. അപ്പോഴേക്കും പത്മ ടീച്ചർ പറഞ്ഞു, എന്നാ ശരി, ഇനി കല്യാണി മോള് പൊയ്ക്കോ എന്ന് അറിയിച്ചതും കല്യാണി ശരി ടീച്ചർ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം വീണ പറഞ്ഞു, കണ്ടോ, ആ കുട്ടി ഇവിടെ വന്ന് കണ്ടതിൽ വെച്ച് മര്യാദ എന്തെന്നറിയാവുന്ന ഒരു കുട്ടി ആ കുട്ടി മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ്, ആ കുട്ടിയുടെ ഒരു ഇൻട്രസ്റ്റ് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ സെൽഫി എടുക്കാനും അവർക്ക് ഓട്ടോഗ്രാഫ് കൊടുക്കാനും ഞാൻ തയ്യാറായത്. അല്ലായിരുന്നെങ്കിൽ ഒരാൾക്കും ഞാൻ ഓട്ടോഗ്രാഫ് കൊടുക്കുമായിരുന്നില്ല. പിന്നെ ആ കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം ആ കുട്ടിക്ക് വരികയാണെങ്കിൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്താൽ മതി, അത് എന്താവശ്യമാണെങ്കിലും ശരി എന്ന് വീണ അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും പുഞ്ചിരിച്ചുകൊണ്ട് പത്മ പറഞ്ഞു, അതെ, നമ്മൾ എത്രയൊക്കെ അകറ്റി നിർത്താൻ ശ്രമിച്ചാലും എത്രയൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചാലും സത്യം എന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വീണ മനസ്സിലാക്കിക്കോ, വീണ കുട്ടികളോട് പ്രസംഗിച്ചല്ലോ, തന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി തനിക്ക് പലതും നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്നും തട്ടിക്കളയേണ്ടി വന്നു എന്നൊക്കെ. എന്നാൽ ആ നഷ്ടപ്പെടുത്തിയവയുടെ കൂട്ടത്തിൽ ഒരു ചോരക്കുഞ്ഞുണ്ടായിരുന്നു. വീണ നഷ്ടപ്പെടുത്തുമ്പോൾ അതൊരു ചോരക്കുഞ്ഞായിരുന്നു. എന്നാൽ ആ കുഞ്ഞിന്റെ സ്നേഹവും സന്തോഷവും ആഗ്രഹങ്ങളും ഒക്കെ എന്താണെന്ന് പോലും വീണ തിരിച്ചറിയാൻ വീണയ്ക്ക് കഴിഞ്ഞിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. കല്യാണി വീണയുടെ കൂടെ ചേർന്ന് നിന്നപ്പോൾ വീണയോട് കല്യാണി പറഞ്ഞു, എൻ്റെ അമ്മ ഈ ഫോട്ടോ കാണുവാണെങ്കിൽ ഒത്തിരി സന്തോഷിച്ചേനെ എന്ന് പറഞ്ഞതും ആ സമയത്താണ് നിത്യ കല്യാണിക്കുട്ടിയോട് പൊയ്ക്കൊള്ളാനായി പറഞ്ഞത്. എല്ലാം ഓർത്തുകൊണ്ട് വീണ അങ്ങ് നിൽക്കുകയും കല്യാണിക്കുട്ടിയെ കുറിച്ച് പത്മ വിശദമായി വീണയോട് പറയുന്നു. ആ കുട്ടിയുടെ ആവശ്യങ്ങൾ എന്തുണ്ടെങ്കിലും അത് സാധിച്ചു കൊടുക്കാമെന്നല്ലേ വീണ പറഞ്ഞത്. ആ കുട്ടിക്ക് ഒരാവശ്യം മാത്രമേ ഉള്ളൂ, അവളുടെ ആവശ്യം ഒന്ന് മാത്രമാണ്. ആ ആവശ്യം നടപ്പിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ, അതും വീണയ്ക്ക് മാത്രമേ കഴിയൂ. എന്താവശ്യമെന്നറിയോ? അവൾക്ക് അവളുടെ അമ്മയെ നഷ്ടമായി, അവളുടെ അമ്മയെ വേണം. അത് നേടിക്കൊടുക്കാൻ കഴിയുമോ വീണയ്ക്ക് എന്ന് ചോദിച്ചതും വീണ പറഞ്ഞു, അതെങ്ങനെ എനിക്ക് സാധിക്കും? ആ കുട്ടിയുടെ അമ്മയെ നഷ്ടമായെങ്കിൽ ആ കുട്ടിയുടെ അമ്മയെ കണ്ടെത്തുകയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ അതിൽ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ചപ്പോൾ പത്മ വീണയെ നോക്കിയിട്ട് പറഞ്ഞു, ആ വന്ന കല്യാണിമോള് മറ്റാരുടെയും മകളല്ല, വീണ തൻ്റെ ചോര തന്നെയാണ് തൻ്റെ മകൾ എന്ന് പറഞ്ഞതും വീണ ഞെട്ടലോടെ ആ വാക്കുകൾ കേട്ട് അതിശയപ്പെട്ടു. പിന്നീട് ഹരി നേരെ സ്റ്റേജിൽ കയറി തൻ്റെ കവിത ആലപിക്കാൻ ആരംഭിക്കണം. അങ്ങനെ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ട്
ഹരി തന്റെ വേഴാമ്പൽ എന്ന ആ മധുര നമ്പരക്കാറ്റ് എന്ന കവിത ആലപിച്ചു. ആ പാട്ട് മൈക്കിലൂടെ അങ്ങനെ ഒഴുകി വരുന്നത് നിത്യയുടെ കാതിൽ വന്നു തൊട്ടു. ആ ശബ്ദം, ആ പാട്ട്, ഇതാരാണ് പാടുന്നത്? ഇത്രയും മനോഹരമായിട്ട് താൻ പാടുന്ന അതേ രീതിയിൽ അത് ആരാ പാടുന്നത് എന്നറിയാനായിട്ട് വേഗം നിത്യ ആ സ്റ്റേജിനരികിലേക്ക് ഓടിയെത്തി. സ്റ്റേജിൽ കയറി നിന്ന് പാടുന്ന ആളെ കണ്ടതും നിത്യ അതിശയത്തോടെ നോക്കി. ഉടനെ നിത്യയെ നോക്കി വരുൺ അവിടെ നിന്ന് ആ പാട്ടങ്ങനെ ഹരി പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിത്യ ഹരിയുടെ പാട്ട് ഏറ്റുപാടുകയാണ്. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് മനോഹരമായി ആ കവിത ആലപിച്ചു. അതിന്റെ അവസാനം ഹരിയും നിത്യയും കൂടി തിരിച്ച് സ്റ്റേജിൽ നിന്നിറങ്ങി പുറത്തുപോയി ഗാർഡനിൽ നിന്ന് സംസാരിച്ചു. എത്രയോ നാളുകളായി ഈ മുഖം ഒന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എവിടെയെല്ലാം ഞാൻ അലഞ്ഞു, എവിടെയെല്ലാം ഈ മുഖത്തിനായി പരതി. എന്നാൽ തൊട്ടടുത്ത് വന്നിട്ടും ഈ മുഖം തിരിച്ചറിയാനോ ഇയാളെ മനസ്സിലാക്കാനോ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ഹരി സങ്കടത്തോടെ നിത്യയോട് പറയുന്നു. എല്ലാം കേട്ടു നിൽക്കുന്ന നിത്യ വിഷമത്തോടെ ഹരിയോട് പറഞ്ഞു, ഇത്രയും പൊക്കത്ത് നിന്ന് നോക്കുന്നത് കൊണ്ടല്ലേ ഈ പ്രശ്നം. എൻ്റെ അരികിലേക്ക് വന്നാൽ ഇങ്ങനെയൊരു പ്രശ്നമോ പരാതികളോ ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന്.